സിനിമയില് കാസ്റ്റ് ഫേവറിസം ഉണ്ടോ? ഉറപ്പായിട്ടും. ഈ കാസ്റ്റിംഗ് കൗച്ച് അത് കുറഞ്ഞിട്ടുണ്ടോ? ഈ ഭയം നല്ല പോലെയുണ്ട്. ഇവിടെ ആ സ്പേസിൽ പിന്നെ മനുഷ്യർ പ്രേമിക്കില്ല, കാമിക്കില്ല, അങ്ങനത്തെ ഒരു ഇതില്ല. നമ്മൾ പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുക്കാനായിട്ടാണ് വളർത്തുന്നത്. അപ്പൊ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിനിങ്ങനെ ഒരു പോറൽ ഏൽപ്പിക്കാതെ ആരെങ്കിലും പെടലിക്ക് വെക്കണം. അതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം എന്ന് നമ്മുടെ പാരൻസ് കാണുന്നുണ്ട്. അപ്പൊ ആ ബോധം നിലനിൽക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് ഇതിനെ ഭേദിച്ചു പോവുക എന്നുള്ളതിന്റെ സ്ട്രെസ് ഭീകരാണ്. നമ്മളെല്ലാവരും ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ എപ്പോഴും ചിരിച്ചിരുന്നിട്ട് പിന്നെ ബാത്റൂം പോയി കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനത്തെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ. ജാതി കാർഡ് ചിലത് യൂസ് ചെയ്യാറുണ്ടെന്ന്, ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ജാതി കാർഡ് ഇവിടെ ആരാ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്? പ്രിവിലേജ് ജാതിയിലുള്ളവരാ. നിങ്ങൾക്കൊരു മേനോൻ, നായർ, പിള്ള, കുറുപ്പ്, വാലുകൾ വെക്കുന്നത് സ്വാഭാവികമായി പോയി. പക്ഷെ സ്വന്തം പ്രശ്നം പറയുന്ന ഈ മനുഷ്യര് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതിക്കാടായി. അത് തന്നെയാണ് ഈ ജാതിയുടെ പ്രശ്നം. വെൽക്കം ടു മൂവി വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെയുള്ളത് വിക്ടോറിയയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ കാസ്റ്റാണ്. വെൽക്കം. താങ്ക് യു. ഫുൾ സ്ത്രീകൾ ഇങ്ങനെ നിന്ന് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാളായി ഒരു മൂവി പ്രൊമോഷൻ. ശരിക്കും എന്തായിരുന്നു ലൈക്ക് ഫോർ വുമൻ ഒരു മൂവി, ഫസ്റ്റ് ഡെബ്യൂ മൂവി തന്നെ ഫോർ വുമൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനായിട്ടുള്ള കാരണം? 4 പേരല്ല, ആക്ച്വലി 6 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. 6 സ്ത്രീകൾ തന്നെ സ്ത്രീകളാണ്. പ്രധാന കഥാപാത്രം മീനാക്ഷിയാണ് ചെയ്യുന്നത്. ബാക്കി 5 സ്ത്രീകളുണ്ട്. മെയിൻ ഓൾമോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതൊരു ബ്യൂട്ടി പാർലറിലാണ് സിനിമ ഏതാണ്ട് മുഴുവൻ നടക്കുന്നത്. അതല്ല നമ്മുടെ ബാക്കിലും ചിലപ്പോൾ ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ കാണും, ഇത് എന്തായിരിക്കും ഇവര് ഈ ബോട്ടോക്സിന്റെ ഒക്കെ ഇതൊക്കെ വെച്ചേക്കുന്നത് എന്നുള്ളത് അല്ലേ. ഫുള്ളപ്പോ ഒരു പാർലറിൽ നടക്കുന്ന സ്റ്റോറിയാണ്. ഓക്കെ. അപ്പൊ അതൊരു ലേഡീസ് ഓൺലി പാർലറാണ്. ഒരു സ്മോൾ ടൗൺ, ഒരു ചെറിയ നാട്ടുമ്പുറം അല്ലെങ്കിൽ ഒരു ടൗൺ സ്ഥലത്ത് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അവിടെ സ്ത്രീകളെ മാത്രം വെച്ച് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ആലോചിച്ചത്. അതെ. ജോലി ചേച്ചി, ഈ ഒരു മൂവി ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ തന്നെ ഒരു വുമൻ എംപവർമെന്റ് എന്നുള്ളൊരു കാരണം കൊണ്ടാണോ? അതാണോ കോർ റീസൺ? ഒന്ന് അത് മാത്രം ഒരു കാരണമല്ല. ഒന്ന് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഏജ് ഗ്രൂപ്പിലുള്ള ഞങ്ങൾ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വരുന്ന മൂവി ചെയ്യുക എന്നുള്ളതാണ്. അല്ലേ? ചൂസ് ചെയ്യാനുള്ള അത്ര ഒരു പ്രിവിലേജും ഓപ്ഷൻസും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതിനകത്ത് ഞാൻ എക്സൈറ്റഡ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു ടിപ്പിക്കൽ വീട്ടിനകത്തുള്ള ഒരു അമ്മ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. എന്നെ സംബന്ധിച്ച് അതിൽ പുരുഷന്മാരുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും അല്ല കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഘടകമല്ല. മറിച്ച് ഒരു പുരുഷലോകത്തിൻ്റെ സമ്മർദ്ദങ്ങളെ മുഴുവൻ പല രീതിയിലുള്ള ലെയേർഡായിട്ടുള്ള കഥാപാത്രങ്ങളെ ഒറ്റ സ്പേസിൽ കൊണ്ടുവന്നിട്ട് ആ സ്പേസിനകത്താണ് കഥ വികസിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ശരിക്കും എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒരു ഘടകം. പിന്നെ ഇത്രയും ചെറുപ്പം ഒരു കുട്ടി, എന്നെ സംബന്ധിച്ചത് കുട്ടി എന്ന് പറയണല്ലോ, ഒന്ന് അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സിനിമയാണ് പഠിക്കുന്നത്, വേറൊരു സുഹൃത്ത് ധ്രുവാണ് വരുന്നത്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ കൊള്ളാലോ, ഇങ്ങനെ ഒരു പുതിയ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവ ടീമിൻ്റെ ഭാഗമാവാന്നൊക്കെ പറയുന്നത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതെ. ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളെന്ന നിലയിൽ ചൂസ് ചെയ്യാവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. അത് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യാവാൻ പറ്റാത്തത്? ലൈക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള, അതായത് അമ്മ വേഷങ്ങളൊക്കെ മലയാള സിനിമയിൽ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് വളരെ സത്യസന്ധമായിട്ട് ഇതൊന്നും പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറയാം. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞല്ലേ പറ്റൂ. 2 കൊല്ലത്തിനിടയിൽ എനിക്ക് ആകെ ഒരു സിനിമയാണ് വന്നത്. എൻക്വയറി ഉണ്ടായിരുന്നു. പിന്നെ അതെന്തുകൊണ്ടും സംഭവിക്കുന്നില്ല, സിനിമ സംഭവിക്കുന്നില്ല. പിന്നെ നോക്കിയുമ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവണം. വേണ്ട, എനിക്കിപ്പോൾ ഒരു 5-6 കഥകൾ വരുന്നു മിനിമം, എന്നിട്ട് അതിനകത്ത് ഞാൻ സെലക്ട് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സൊക്കെ അല്ലേ. ഇതിനകത്ത് അങ്ങനെയല്ല, നമ്മുടെ എൻക്വയറി തന്നെ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു ഓൺഗോയിങ് പ്രോസസ്സിൽ സിനിമകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമകളുടെ. മനസ്സിലായി. അതിൽ തന്നെ നമ്മളൊരു കുടുംബ പശ്ചാത്തലമുള്ള കഥകൾ, പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീക്ക് വേറെ ഡയമെൻഷൻസ് കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളില്ല. മനസ്സിലായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയുള്ളൊരു ഓപ്ഷൻ. ഇത് സത്യം പറഞ്ഞാൽ പലരും പറയാൻ മടിക്കും. ഇപ്പോൾ സിനിമകൾ ഇല്ലെങ്കിൽ പോലും പല ആളുകളും ഇപ്പോൾ ഏതാണ് വരാനിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്കഷൻസ് ഒക്കെ എനിക്കുണ്ട്. അതെ, റിലീസ് ആവാനുണ്ട്. അതെ, തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിമാൻഡ് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ, അതായത്
ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളെ അമ്മവേഷങ്ങളിൽ മാത്രമായിട്ട് ഒതുക്കുകയാണോ, അതോ കുറച്ചുകൂടെ ലേയേഴ്സ് ഉള്ള കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടോ? ഇത് ഇതിപ്പോൾ ഞാൻ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല. ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ആരെന്നുള്ളതാണ്. മിക്കവാറും നിങ്ങളുടെയൊക്കെ ഏജ്, എനിക്ക് തോന്നുന്നു ഒരു 30+ ബിലോ 40 ഏജ് ഗ്രൂപ്പിനകത്തുള്ളവരുടെയാണ് കൂടുതൽ സ്ക്രിപ്റ്റുകൾ വരുന്നത് അല്ലേ. അപ്പോൾ ആ സ്ക്രിപ്റ്റിനകത്ത് ഈ ഏജ് ഗ്രൂപ്പ് ഉള്ളവരില്ലെങ്കിൽ അവരെ സാമൂഹ്യ ഭാവന അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അവർ ഒന്നും നമ്മൾ ന്യൂക്ലിയർ സെറ്റപ്പിലാണ്. അപ്പോൾ ഒരു 18 വയസ്സിന് ശേഷം അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ഭയങ്കര ഗ്യാപ്പുകൾ വരുന്നുണ്ട്. എന്നാൽ പോലും ചുറ്റും ഈ ഏജ് ഗ്രൂപ്പിലുള്ള 52% സ്ത്രീകളുള്ളൊരു സംസ്ഥാനമാണ് നമ്മളുടെ. ആ സ്ഥലത്ത് സ്ത്രീകളുടെ കഥ പറയാൻ സ്ത്രീകൾ തന്നെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ സ്ത്രീകൾ തുലവും കുറവാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇപ്പം 100 പുരുഷ ഡയറക്ടർമാരിൽ എത്ര വുമൺ ഡയറക്ടേഴ്സ് ഉണ്ട്? അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് വേറെ ഡയമെൻഷൻസ് ഉള്ള കഥാപാത്രങ്ങൾ കിട്ടാൻ ഇനിയും കുറേ കാത്തിരിക്കേണ്ടി വരും. മനസ്സിലായി. മീനാക്ഷി, ഒരു വുമനെ പോർട്രേ ചെയ്യുമ്പോൾ എന്ത് തോന്നി? അതായത് ഒരു മാൻ ഒരു വുമനെ പോർട്രേ ചെയ്യുന്ന രീതിയാണോ, ഒരു വുമൻ ഒരു വുമനെ പോർട്രേ ചെയ്യുന്ന രീതി ആണോ കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്തത്? എനിക്ക് ആക്ച്വലി ഇതിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ, എക്സൈറ്റിംഗ് അതല്ല കറക്റ്റ് വാക്ക്. അതായത് ഇപ്പം ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും ശിവ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പം ശിവനെ ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ ഡയറക്ടർ എനിക്ക് നല്ലോണം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്കറിയില്ല എത്ര മെയിൽ ഡയറക്ടേഴ്സിന്റെ കൂടെ എനിക്ക് പറ്റുമെന്ന്. എനിക്ക് അവരുടെ കൂടെ അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ പറ്റുമെന്നില്ലല്ലോ. അപ്പം നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കുക. ആ സമയത്ത് നമ്മൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ഷൂട്ട് ചെയ്തു, ഇനി നാളെ എന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ വിക്ടോറിയയുടെ ഓരോ സമയത്ത് വിക്ടോറിയ പോയിക്കൊണ്ടിരിക്കുന്ന, അവളുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ തോട്ടും അതെല്ലാം നമ്മൾ ഭയങ്കര ഡീപ്പ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ബെസ്റ്റ് കോൺവെർസേഷൻസിൽ ഒന്നാണ് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള കോൺവെർസേഷൻസ്. അപ്പം അത് എനിക്ക് എൻ്റെ അപ്പം സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഡെബ്യൂ ഫിലിമില്. അപ്പം ഐ ഡോണ്ട് നോ ഇതിനി ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ജീവിതത്തിൽ ഇനി എപ്പോഴാന്നുള്ളത് പോലും അറിയില്ല. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് വിത്ത് മെയിൽ ഡയറക്ടേഴ്സ്. എനിക്ക് അവരോട് അത്രയും അഗാധമായ നല്ല ബന്ധം, ഇത്രയും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുമോ, അത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഏതൊരു ഇപ്പോൾ സാധാരണക്കാരിയായിട്ടുള്ള ഇപ്പോൾ ഒരു പാർലറിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലായാലും ഒക്കെ വർക്ക് ചെയ്യുന്ന വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ വിക്ടോറിയ? ഓഫ് കോഴ്സ്, ആബ്സല്യൂട്ട്ലി. എന്ന് പറഞ്ഞാൽ വിക്ടോറിയ, ഇപ്പം നമ്മളെല്ലാവരും, ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നത്, നമ്മളെല്ലാവരും ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ എപ്പോഴും ചിരിച്ചിരുന്നിട്ട് പിന്നെ ബാത്റൂം പോയി കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്ത ആളുടെ അടുത്തും ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും യു ആർ ഓൾവേസ് ഫോഴ്സ്ഡ് ടു ബി വെരി ചിയർഫുൾ, ഭയങ്കര വെൽക്കമിങ് എനർജി എല്ലാ ഗസ്റ്റുകൾക്കും കൊടുക്കണം. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ എന്താണ്. ചില ദിവസം മേ ബി നമുക്ക് വേറൊരു മൂഡായിരിക്കും. നമ്മള് ഫോഴ്സ്ഡ് ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഇന്റർവ്യൂ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും ചിലപ്പോൾ നമുക്കൊരു വേറൊരു മൂഡ് വരുന്നത്. അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മുടെ വർക്ക് പ്ലേസിലേക്ക് നമ്മൾ പേഴ്സണൽ ലൈഫ് കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. ആ സമയത്ത് ഒരു ചിരി ഫിറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുക. അപ്പൊ വിക്ടോറിയ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമ്മളെല്ലാവരും എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനത്തെ 1-2 അനുഭവങ്ങൾ. അപ്പം എല്ലാവർക്കും അവനവനെ കാണാൻ പറ്റും. അത് സ്ത്രീ പുരുഷൻ എന്നുള്ളത് പോലും ഇല്ല, എല്ലാവർക്കും അവനവനെ കാണാൻ പറ്റും വിക്ടോറിയ. ശ്രീഷ്മയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാം. നമ്മൾ പൂമരത്തിലാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ ഈ വിക്ടോറിയയിൽ എന്താണ് ക്യാരക്ടർ? അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 2023 അല്ലേ? അപ്പൊ ഇതിലെ ക്യാരക്ടർ എന്താണ്? ഇതിൽ ഇത്ര നാളും ചെയ്തു വന്നതിലിപ്പം ഈ അവാർഡ് വന്ന സിനിമയിൽ മാത്രമാണ് ഞാനുമായിട്ട് തീരെ ബന്ധമില്ലാത്തൊരു ക്യാരക്ടർ മുന്നേ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു വിക്ടോറിയയാണ് അത്രയും ചാലഞ്ചിങ് ആയിട്ട് ഉണ്ടായിരുന്നത്. കാരണം ഒരു പ്രഗ്നന്റ് ലേഡി ആയിട്ടാണ്, അതും ഒരു 7 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഹെവി ആയിട്ടുള്ള വയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു
സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയെ പോർട്രേ ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ചാലഞ്ച് ഉണ്ടായിരുന്നു. അതേസമയം അത് എക്സൈറ്റിങ്ങും ആയിരുന്നു. കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്താ പറയുക ആ ഹൈ വരുന്നത് അപ്പോഴാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ പൂമരത്തിലൊക്കെ ഞാൻ മോറോർലെസ് ഞാൻ തന്നെയാണ് കോളേജ് ഗോയിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. എന്നെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം അതിലെന്ന് പറയാം. ഇവിടെ കൃത്യമായിട്ട് ആ ക്യാരക്ടറായിട്ട് ലയ എന്നാണ് ക്യാരക്ടറുടെ പേര്, വിക്ടോറിയയുടെ സുഹൃത്തായിട്ടാണ്. അപ്പോൾ ലയായിട്ട് മാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അത് എന്തൊക്കെയോ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതിനെ എല്ലാവരും കണ്ടു പറയണം. പക്ഷേ അങ്ങനെയായിരുന്നു ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരുപാട് അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ മൂവിക്ക്? ഫിലിം ഫെസ്റ്റിവൽസിനും ഒക്കെ പോയിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും ആളുകൾ ഇത് അംഗീകരിക്കും? ലൈക്ക് നമ്മുടെ വൈഡ് ഓഡിയൻസിലോട് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനെ തിയേറ്ററിൽ റിലീസ് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. കാരണം KSFDC പ്രോജക്റ്റുകൾ റിലീസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു തിയേറ്ററിലൊക്കെ വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മനസ്സിൽ കണ്ടോ അങ്ങനെയൊന്നല്ല സിനിമ ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ അയച്ചപ്പോൾ ഒരുപാട് ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കപ്പെടുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തു. അത് ആക്ച്വലി ഫെസ്റ്റിവലുകളിലൊക്കെ പോയപ്പോഴും എല്ലാവരും ചിരിക്കുകയും കുറെ സീനുകൾ കൈയടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പം നല്ല രസമുള്ള അനുഭവമായിരിക്കും വിക്ടോറിയ എന്തായാലും. അതെ, ഈ ഫിലിം ഫെസ്റ്റിവലിൽ കാണാതെ യൂഷ്വൽ തിയേറ്റർ ഓഡിയൻസ് ഇത് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? എങ്ങനെ ആയിരിക്കും അത് ആളുകൾ എടുക്കുന്നതെന്ന് കാണാനായിട്ട്. ഈ KSFDCയുടെ കാര്യം പറയുകയാണെങ്കിൽ അടൂർ സാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു വുമൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും SC/ST ആളുകൾ മൂവി ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതിന് രണ്ട് രീതിയിലുള്ള ഓഡിയൻസിന്റെ പ്രതികരണമുണ്ട്. ചേച്ചിയുടെ പ്രതികരണം അതിനകത്ത് എങ്ങനെയാണ്? ഞാനത് അന്നേ തന്നെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിനെ പോലത്തെ ഒരാളിൽ നിന്ന് അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. കാരണം എപ്പോഴും നമ്മളിത് പറഞ്ഞു മടുത്തൊരു കാര്യമാണ്. അത് ക്ലീശയായിട്ട് തോന്നുന്നു. ഇത് ആദ്യമായിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. KSFDC വഴി അല്ലാതെയും അല്ലേ കൂടുതൽ എത്രയോ ഡെബ്യൂ ഫിലിം മേക്കേഴ്സ് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്നു. അപ്പോൾ ഇവരോടൊന്നും ഇല്ലാത്ത ഒരു ആശങ്ക ആണ് സ്ത്രീകൾ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹം പറഞ്ഞ ആർക്കും ട്രെയിനിങ് വേണ്ടാന്നോ അങ്ങനെ അല്ലെങ്കിൽ മെൻറ്ററിങ് വേണ്ടാന്നോ ഒന്നുമല്ല നമ്മളത് പറയുന്നത്. പക്ഷേ എപ്പോഴും ഒരു സ്ത്രീ എന്ത് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുന്നതിൻ്റെ ഒരു അപകടമുണ്ട്. കാരണം നമ്മൾ വി ആർ നോട്ട് കേപ്പബിൾ എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ ശ്രദ്ധ വേണം. അതായത് പെണ്ണ് പുറത്തിറങ്ങുമ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ 6 മണിക്ക് ശേഷം പോകേണ്ട എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അപകടത്തിലാവുന്നത് നമ്മൾ വേണമെന്ന് വെച്ചാൽ അപകടത്തിലാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കാതിരിക്കുമോ എന്ന് പറയുന്നത് ലേറ്റർ ഓൺ വരുന്നൊരു കാര്യമാണ്. അതൊരു പുരുഷൻ ചെയ്യുമ്പോൾ ഇല്ലാത്ത ഈ ആശങ്കയും ഉത്കണ്ഠയും എന്തിനാണ് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ മാത്രം വരുന്നത്? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതൊരു മോശം സ്റ്റേറ്റ്മെൻ്റായി. അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ അത് പറയേണ്ട ഒരു വേദിയോ അതുമായിരുന്നില്ല. ഓക്കെ, ഈ സ്ത്രീ മാറ്റർ ഓൾറെഡി വന്നു. അത് കൂടാതെ തന്നെ SC/ST ഒരു ജാതിപരമായിട്ടുള്ള ഒരു കമന്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആ സ്ത്രീയെയും പിന്നെ ജാതിനെയും കൂടെ മിക്സ് ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു പോയിന്റ് നോക്കിയപ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, അത് സത്യത്തിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ദളിതും സ്ത്രീകളും എല്ലാം എല്ലാ കാലത്തും മാർജിനലൈസ്ഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നിച്ച് ചേർത്തവർക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ദളിതിനും അങ്ങനെ സോഷ്യൽ ക്യാപിറ്റലിൽ നിന്ന് എപ്പോഴും പുറത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റലിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാരെ നമ്മളാണ് കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു വരേണ്യ ബോധം പൊതുവെ ഉണ്ട്. കാരണം നമ്മൾ അത് തന്നെ വെച്ചുകൊണ്ട് എത്ര ഫ്രേസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ല ഇന്ന ആള് കലക്ടറായ പോലെ, അങ്ങനെ ഒരു ഫ്രേസ് തന്നെയുണ്ട്. അതെന്താണ്, അങ്ങനെ ഒരു ജാതിയിൽപ്പെട്ട ഒരാൾ കളക്ടറായി കഴിഞ്ഞാൽ എല്ലാവരും തൂക്കിക്കൊല്ലാൻ വിധിക്കും എന്ന് പറയുന്ന അപഹാസ്യമായ ഈ ബോധത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീക്ക് നേരെയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതെല്ലാം ഒരു ഓൺഗോയിങ് പ്രോസസ്സിൽ മനുഷ്യന്മാർ ഷെഡ് ചെയ്ത് കളയുകയും ഈ സോഷ്യൽ റിയാലിറ്റീനെ ചെക്ക് ചെയ്ത് സ്വയം നവീകരിക്കേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. അത് എവിടെയോ വെച്ച് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു മോശം സിനിമക്കാരനൊന്നുമല്ല. നമ്മളെ മലയാളം സിനിമയെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിച്ച നല്ലൊരു ഡയറക്ടറും കൂടി. അത് ആ വസ്തുതകളെല്ലാം സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനത്തെ ഒരു കലാകാരൻ, അങ്ങനത്തെ ഒരാൾ ഇത്തരം കാര്യങ്ങളെ കുറേയും കൂടി സെൻസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണം. അപ്പം അതൊരു നിർഭാഗ്യകരമായ ഒരു ഈവൻ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. സിനിമയിൽ ഈ പറയുന്ന പോലെ കാസ്റ്റ് ഫേവറിസം ഉണ്ടോ?
ഉറപ്പായിട്ടും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് എത്ര പേര് ഇവിടെ എന്തുകൊണ്ടാണ് ലീല സന്തോഷിനെ പോലെ ഒരു ആദിവാസി മേഖലയിൽ നിന്ന് സിനിമ പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇന്നും അവർ അനൗൺസ് ചെയ്ത ഒരു സിനിമ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ നമ്മൾ കാര്യം എന്തൊക്കെ പറയാലും മറാഠി പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈവൻ തമിഴ്നാട്ടിൽ പോലും ഒരുപാട് ദളിത് സമൂഹങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള അത് പാരഞ്ജിത്തിനെ പോലുള്ള ആളുകളൊക്കെ അതിനെടുക്കുന്ന എഫേർട്ടും വേറെ തന്നെയാണ്. അവരങ്ങനെ ഒരു കളക്റ്റീവായിട്ട് ഒരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് അത് കൊണ്ടുവരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം മലയാളിയുടെ ഒരു ജീവിത പരിസരത്തോ സാംസ്കാരിക പരിസരത്തോ ഇല്ല. ഇപ്പം അക്കാഡമിക്കലി മുന്നോട്ട് വന്ന കുറേ ആളുകൾ ആ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ പോലും ഈ കൾച്ചറൽ സ്പേസിൽ നോക്കുമ്പോൾ അവർക്ക് എൻ്റർ ചെയ്യാനുള്ള പൊതുവെ സാധാരണ ഏത് മനുഷ്യർക്കും എൻ്റർ ചെയ്യാൻ ഭയങ്കര പണിയുള്ള കാര്യമാണ്. കാരണം കുറേയും കൂടി അത് കുറച്ച് ആളുകളിലേക്ക് ചുരുങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ലീല പോലെ കരിന്തണ്ടൻ എന്ന് പറഞ്ഞൊരു സിനിമ അനൗൺസ് ചെയ്തിട്ട് അത്രയും ഒരു പീരിയോഡിക്കൽ ഡ്രാമ ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ആലോചിച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഈ കാസ്റ്റിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ പല 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 അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോഴാണെങ്കിൽ പോലും ഒരു മെജോറിറ്റി ആളുകളും കാസ്റ്റ് വെച്ച് ആരെയും മാറ്റി നിർത്താത്ത ആളുകളിൽ ഒരു മെജോറിറ്റി ആളുകൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് ജാതി കാർഡ് ചിലത് യൂസ് ചെയ്യാറുണ്ടെന്ന്. ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ജാതി കാർഡ് ഇവിടെ ആരാ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്? പ്രിവിലേജ് ജാതിയിലുള്ളവരാ. അത് നമ്മൾ സ്വാഭാവികമായിട്ട് എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്കൊരു മേനോൻ, നായർ, പിള്ള, കുറുപ്പ്, വാലുകൾ വെക്കുന്നത് സ്വാഭാവികമായി പോയി. പക്ഷെ സ്വന്തം പ്രശ്നം പറയുന്ന ഈ മനുഷ്യർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാതിക്കാർഡായി. അത് തന്നെയാണ് ഈ ജാതിയുടെ പ്രശ്നം. മനസ്സിലായി. ഇപ്പം നമ്മൾ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റേതായുള്ളൊരു ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് ഇറങ്ങാനും സ്വന്തമായിട്ടൊരു സിനിമ എഴുതി അത് സംവിധാനം ചെയ്യാനുള്ളൊരു അത് ഇപ്പോൾ പോസിബിളായി. ബട്ട് അതുവരെയുള്ളൊരു വേ ഒട്ടും ഈസി ആയിരിക്കില്ലല്ലോ. ഒരുപാട് അടിച്ചമർത്തലുകൾക്ക് ലൈക്ക് അതൊക്കെ ഓവർകം ചെയ്തിട്ടായിരിക്കും വന്നത്. എന്തായിരുന്നു ആ ഒരു പാത്ത്? എങ്ങനെയായിരുന്നു? ഞാനൊരു ഹൈസ്കൂൾ പഠിക്കുന്ന സമയം മുതലേ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ +2 കഴിഞ്ഞിട്ട് പിന്നെ ഇത് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് പോകേണ്ടി വന്നു. കാരണം നമുക്കങ്ങനെ ഒരു അത്രയും പ്രിവിലേജ് ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല സിനിമ പഠിക്കാൻ പോയി അതിൻ്റെ റിസ്കുകൾ എടുക്കാനുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ പഠിക്കാനായിട്ട് പോകുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്തും ഷോർട്ട് ഫിലിംസും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യുക, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വീട്ടിൽ പോലും അതിനുള്ള ആകുലതകളുണ്ട് അവർക്ക്. എങ്ങനെയാണ് സിനിമ മേഖലയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് സേഫ് ആണോ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ, വേറെ രീതിയിൽ നമുക്ക് അപ്പം അത്തരത്തിലുള്ള പ്രതിസന്ധികളാണ് ആദ്യം തുടങ്ങുന്നത്. നമുക്ക് ഫാമിലിയിൽ തന്നെ ഇത് കൺവിൻസ് ചെയ്യാനും വർക്ക് ചെയ്യാൻ പോകാനും ഒക്കെ ഉള്ള നല്ല സപ്പോർട്ടീവായ ഫാമിലിയാണ് എൻ്റെ. എന്നാൽ കൂടിയും അവർക്ക് അവരുടേതായ കൺസേൺസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു അതൊരു ഒരുപാട് സ്ത്രീകളില്ല നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ. ഇത്രയും വർക്ക് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ക്രൂ ആയാലും ഡയറക്ടറായിട്ടാണെങ്കിലും നമ്പർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിലോട്ട് വരാൻ നമുക്ക് എല്ലാവർക്കും തന്നെ പേടിയാവുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ ഈ പ്രോജക്റ്റ് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു സത്യത്തിൽ. കേരള സർക്കാരിൻ്റെ ഈ പ്രോജക്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാനും കയറാനും ഒക്കെ പറ്റിയത്. പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിലൊന്നും കണക്ഷൻസ് ഇല്ല, ആൾക്കാരെ പരിചയമില്ല. അപ്പം അതിന് സ്ട്രഗിൾ ചെയ്യാൻ പോകാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫിനാൻഷ്യലി സെക്യൂർ അല്ലാതെ നമ്മളൊരാളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്നതും ഒന്നും പോസിബിളായ കാര്യമല്ല. പൊതുവേ സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലി എന്നൊക്കെ വരുമ്പോഴത്തേക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ളതാണ് സ്ത്രീകൾക്ക് ചേർന്നതല്ല സിനിമ. അതെ അതെ, ഇപ്പോഴും നാട്ടിൽ നമുക്ക് സിനിമ ചെയ്യുന്ന ഒരാളാണ് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എപ്പോഴും ആ കൺസേൺ ഉണ്ട് നാട്ടിലായാലും വീട്ടിലായാലും. കല്യാണം കഴിക്കാതെ സിനിമ എടുത്ത് നടക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു നാണക്കേട് പോലെ തന്നെയാണ്. ആ ചിന്ത ഇതുവരെ മാറിയിട്ടില്ല ഒരു പരിധി വരെ. അതെ ചേച്ചി, ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും ആ ചിന്താഗതിക്ക് പുറമേ നോക്കുന്നവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം അത് കുറച്ചും കൂടി ഒരു ലുക്രേറ്റീവ് ഗ്ലാമറസ് ഫീൽഡ് എന്നുള്ള രീതിയിൽ ആളുകൾ അതിനത്ര മോശമായിട്ട് കാണുന്നില്ല. കാരണം ആളുകൾക്ക് അതിലേക്ക് എത്താനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതേസമയം മൊത്തത്തിൽ സൊസൈറ്റിയുടെ അപജയങ്ങളൊക്കെ സിനിമയ്ക്ക് ഉണ്ടെന്നേ. നമ്മളിപ്പോൾ സിനിമ മാത്രം ഒരു മോശം അത് കുറേയും കൂടി ഒരു ലൗഡ് ഏരിയ ആയതുകൊണ്ട് അത് മാത്രം പ്രശ്നങ്ങളുള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപഴകുന്ന സ്പേസ് എന്നുള്ള രീതിയിലൊക്കെ പ്രജുഡീസുകളൊക്കെ ഉണ്ട്.
പക്ഷെ പൊതുവെ നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി തന്നെ അവിടെയും വേണ്ടതുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ കുറച്ചും കൂടി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ ഞാൻ അതിനകത്ത് അവരോട് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം അവരിത് അനലൈസ് ചെയ്യുകയും ചർച്ച ചെയ്യും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇരുന്ന് നോക്കിയാൽ നിങ്ങൾ ഇത്രയും പേരും ക്യാമറയായിട്ട് നമ്മുടെ ഒപ്പമുണ്ട്, ഞങ്ങൾ എന്ത് മിണ്ടിയാലും അത് ന്യൂസ് ആവും. അപ്പോൾ അത്രയ്ക്കും നമ്മൾ അണ്ടർ ഒബ്സർവേഷനിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസും കൂടി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുറേ കൂടി സേഫാണ് ഇപ്പോൾ സിനിമയിൽ എൻട്രി ചെയ്യാനുള്ളത്. നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ മുൻവിധികളാണ്, സ്ത്രീകൾക്ക് പറ്റുന്ന ഒരിടമല്ല. പിന്നെ നമ്മളുടെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരു പവർ ഇക്വേഷൻസിൽ ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. കാരണം ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്രൂ മെമ്പേഴ്സ് എന്തുകൊണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ വരെയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ലൈറ്റ് ചെയ്യാൻ, ആർട്ട് ചെയ്യാൻ ഇപ്പോഴും കോസ്റ്റ്യൂം വരെയൊക്കെ പെണ്ണുങ്ങളുള്ളൂ. ലൈറ്റപ്പ് ചെയ്യാനായിട്ടും ക്യാമറ ടെക്നിക്കൽ, അതല്ലെങ്കിൽ ക്യാമറ സെക്കൻഡ് ക്യാമറ വുമണായിട്ട്, അതുപോലെ ആർട്ട് ഡയറക്ഷൻ, ഇങ്ങനെയൊക്കെ നമ്മളുടെ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട്. പക്ഷെ അവർക്ക് ഒട്ടും സ്പേസ് കിട്ടുന്നില്ല. വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കടുവ എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ളത് ഒരു ഒരു ഹിന്ദിക്കാരി പെണ്ണാണ് ലൈറ്റ് വുമൺ ആയിരുന്നു. ഗംഭീര കക്ഷിയാണ്. പക്ഷെ ഞാൻ അത് മനസ്സിലാക്കിയ ഒരു കാര്യം, അവരൊരു സാധനം ഡിമാൻഡ് ചെയ്യുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഒരു പ്രശ്നം. അപ്പോൾ നമ്മളെ ക്യാമറാമാൻ തന്നെ പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം. നമ്മൾ നാട്ടിൽ നിന്ന് പെൺപിള്ളേർ ഇതിന് വരാത്തതിൻ്റെ ഒരു കാര്യം വെച്ചാൽ അവർ 5 വട്ടം പറഞ്ഞാൽ അവരൊന്നും മൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഈഗോ സ്ട്രെസ് ഉണ്ട്, നീ ആരാ എന്നോട് പറയാൻ, മനസ്സിലായി? അപ്പോൾ ഇതൊരു ടീം സ്പിരിറ്റ് ആയിട്ടും ഒരു ഭയങ്കര രസകരമായിട്ട് ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിട്ടല്ല, അവർ എൻജോയ് ചെയ്യല്ല, മറിച്ച് ഇതൊരു പെണ്ണാണല്ലോ എന്നോട് പറയുന്നുള്ള ഒരു ഈഗോ സ്ട്രെസ്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ സ്മൂത്ത്നെസ് പോകും. അത് ആ പെൺകുട്ടി എന്നോട് ഷെയർ ചെയ്തു. ഹെൽ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ ഒരെണ്ണമൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, അവർ നിന്ന് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് മനസ്സിലാവും. ആ ഒരു മെന്റാലിറ്റി കൂടെ നമ്മൾ ഡിസ്കറേജിങ് ആക്കുന്നുണ്ട്. മനസ്സിലായി. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഇപ്പൊ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിനും ക്യാമറ ഉണ്ട്, നമ്മൾ കുറച്ചുകൂടെ അവരുടെ ഒരു സർവൈലൻസിലാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫ് ആണെന്ന് ഈ പറയുന്ന പോലെ ഈ കാസ്റ്റിംഗ് കൗച്ചും കാര്യങ്ങളും എല്ലാം നിലനിന്നിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു കൂടുതലും മീഡിയ അറ്റൻഷൻ കൂടിയപ്പോഴും എല്ലാവർക്കും കുറച്ചുകൂടെ ഓൺ പേജിൽ വന്ന് സംസാരിക്കാനുള്ള അത്രയും ഒരു സ്പേസ് കിട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഈ കാസ്റ്റിംഗ് കൗച്ച് ആണെങ്കിലും ഒരാൾ നമ്മളോടുള്ള മോശമായിട്ടുള്ള ഒരു അപ്രോച്ചിങ് ആണെങ്കിലും അത് കുറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞ ചില മനുഷ്യർ മാറിയതുകൊണ്ടല്ല, ഈ ഭയം നല്ല പോലെയുണ്ട്. കാരണം ഈ മീറ്റു മൂവ്മെന്റുകളാണെങ്കിലും ആളുകൾ എന്തെങ്കിലും തരത്തിൽ ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയി കഴിഞ്ഞാലും, ഞാൻ പറഞ്ഞ ഇതെല്ലാം ശരിയായ ഒരു മെത്തേഡായിട്ടല്ല ഞാൻ കാണുന്നത്. പക്ഷേ വളരെ ഫീബിൾ ആയിട്ടുള്ള വീക്കർ ആയിട്ടുള്ള ഒരു സെക്ഷനെ സംബന്ധിച്ച് ഒരു അല്പം പ്രൊട്ടക്ഷനാണ് ഈ ഒരു സ്പേസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം കുറച്ച് അലേർട്ടാണ്. അത് ആളുകൾ ധാർമ്മികമായി മാറിയിട്ടല്ല, ഞങ്ങൾ ഇങ്ങനെ പെരുമാറിക്കൂടാ. അപ്പം എനിക്ക് തോന്നുന്നു ചില സ്ഥലത്ത് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ, ആളുകളുടെ എന്താ പറയുക ഇൻഡിവിജ്വൽ മൊറാലിറ്റി ഒന്നും മാറ്റിയിട്ടൊന്നും നമുക്ക് കാര്യങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ നിയമം വെച്ച് അതുകൊണ്ടാണല്ലോ പലതും നമുക്ക് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളാകുന്നത്. എന്താ അത്രയും നമ്മൾ ഒപ്രസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പം ഇതിൽ നിന്ന് മാറി ആ പവർ ഇക്വേഷൻ മാറി മനുഷ്യരൊക്കെ കുറേ കൂടി സ്മൂത്തായിട്ട് ബിഹേവ് ചെയ്യാനും പെരുമാറാനും തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പലതും അവിടെ ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു ഇഷ്യൂ ആയി മാറില്ല. അതില്ലാതെ നമ്മളിങ്ങനെ ഒരു വെള്ളം കിടക്കാത്ത കമ്പാർട്ട്മെന്റുകളായിട്ട് തന്നെ ജീവിച്ചു പോകുന്നല്ല അതിൻ്റെ അർത്ഥം. അതിനൊക്കെ കുറേ കൂടി ഒരു ഈസിനെസ് വരും. അല്ലാതെ അവിടെ ആ സ്പേസിൽ പിന്നെ മനുഷ്യർ പ്രേമിക്കില്ല, കാമിക്കില്ല, അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ നമ്മളെ ബേസിക്കലി നമ്മളെ മനുഷ്യരെ പേടി എന്താണെന്ന് അറിയോ, നമ്മൾ പെൺപിള്ളേരെ കെട്ടിച്ചു കൊടുക്കാനായിട്ടാണ് വളർത്തുന്നത്. അപ്പം കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിനിങ്ങനെ ഒരു പോറൽ ഏൽപ്പിക്കാതെ ആരെങ്കിലും പെടലിക്ക് വെക്കണം. അതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് നമ്മുടെ പാരൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ബോധം നിലനിൽക്കുന്നിടത്തോളം സ്ത്രീകൾക്ക് ഇതിനെ ഭേദിച്ചു പോവുക എന്നുള്ളതിൻ്റെ സ്ട്രെസ് ഭീകരമാണ്. അത് സൊസൈറ്റി മുഴുവനും ആ ഒരു റെസ്ട്രിക്ഷൻസ് നമ്മളെ അറിഞ്ഞും അറിയാതെയും പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്തിട്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും ഈ ഇങ്ങനത്തെ സൊസൈറ്റികളിൽ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു മൂവ് എടുക്കാൻ. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു പോറൽ പോലും പറ്റാതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു മാരേജിന് മുമ്പാണെങ്കിലോ ഇങ്ങോട്ട് ആക്രമിക്കപ്പെട്ടാൽ പോലും അല്ലെങ്കിൽ വെർജിനിറ്റി പോയ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പോറലായ ആളെന്നുള്ളൊരു രീതിയിലാണ്. അതാണ് നമ്മളെ കുഴപ്പം കൊണ്ടാണ്. അത് നമുക്ക് എതിരെയുള്ള എന്ത് തരം അട്രോസിറ്റിയും നമ്മളെ കുഴപ്പമാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ഒരു കളവ് നടന്നു, ഒരു കൊലപാതകം നടന്നു, ഇമ്മീഡിയറ്റ്ലി അവിടെ അന്വേഷണം ഒരു FIR ഇടും. ഒരു സ്ത്രീ പക്ഷെ തനിക്കെതിരെ ഒരു അബ്യൂസ് ഉണ്ടായെന്ന് ഉന്നയിച്ചാൽ ഇവളെന്തൊക്കെ കുഴപ്പത്തിൽ കൂടെ പോയത് അവൻ അങ്ങനെ ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് ആദ്യം വരിക. അപ്പോൾ പ്രതിസ്ഥാനത്ത് നമ്മൾ തന്നെ ആയിത്തീരുന്ന
തരത്തിലാണ് സിസ്റ്റം പോലും ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ നമ്മൾ പെൺപിള്ളേരോട് പറയാം, നിങ്ങളൊക്കെ ഇത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. കാരണം നമുക്കതല്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഇവിടെ ഡിപ്രഷൻ അടിച്ച് മരിച്ച പോലെ ഉണ്ടാവുള്ളൂ. ഇതൊന്നും നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നില്ല എന്നുള്ളതും ഞാൻ എന്താണെന്നുള്ളത് ആ ഒരു കൺവിക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ആ ഒരു ധൈര്യത്തിൽ ജീവിക്കാനുള്ള ആർജവം ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഞാൻ പറഞ്ഞ ഇതൊന്നും എല്ലാവർക്കും ചെയ്യേണ്ടി വരരുത്. കാരണം വീക്കായിട്ടുള്ള മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിച്ചു പോകണം. അത് സിസ്റ്റം തന്നെയാണ് ഫെയർ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അതിൽ അതൊരു തർക്കമില്ല. അതെ. മീനാക്ഷിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഇതുപോലെ സർവൈവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഈസിയാണോ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഒരു പാഷനറ്റ് ലെൻസ് എന്ന് എല്ലാം കണ്ടു തുടങ്ങിയേക്കുന്നത്. ആ റിയാലിറ്റി ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ടില്ല എന്നെ. ഞാൻ കുറച്ച് ഡെല്യൂഷണൽ ആയിട്ടാണ് ഇപ്പോഴും സിനിമ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ടത്തെ കുറേ ആക്ട്രസസ് വന്ന് സംസാരിച്ച് ഒച്ച ബഹളം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഈ റൈറ്റ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചെടുത്തതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം ഐ വിൽ ഓൾവേസ് ഫോർ എവർ ബി ഗ്രേറ്റ്ഫുൾ ടു എവറി വിമൻ ഹു കെയിം ബിഫോർ മീ. അതിൻ്റെ അപ്പം ഇനി എനിക്കായിട്ട് എന്ത് മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ള അത്രയും സ്ട്രെങ്ത് ഉണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ പവർഫുൾ പ്ലേസസിലേക്ക് കൂടുതൽ സ്ത്രീകളെ കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ഡയറക്ടേഴ്സായിട്ടും പ്രൊഡ്യൂസേഴ്സായിട്ടും ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ടും ഒക്കെ. അതെ. അപ്പം എന്തായാലും ഇത്രയും സ്ട്രോങ് വുമൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയത് തന്നെ ഇങ്ങനൊരു സ്പേസിൽ കുറേ നാളായിരുന്നിട്ടൊക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിക്ടോറിയ മൂവിയും ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.